പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. പ്രീതി മക്കളെ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. നാം ഓരോരുത്തരും ദൈവത്തിനുള്ളവരാണ്. നാം ഉദ്ധരിച്ച വേദഭാഗത്തിൽ നമ്മുടെ തോട്ടത്തിൻ്റെ സംരക്ഷകൻ ദൈവവും സഭ തോട്ടവും നാം ഓരോരുത്തരും തൈകളുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ പ്രിയതമനെ അവൻ്റെ തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കും വിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. പ്രീതി മക്കളെ, നോക്കൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ തോട്ടം കുന്നിൻ്റെ മുകളിലാ. ഹല്ലേലൂയ. എവിടെ കർത്താവായ യേശുക്രിസ്തു തോട്ടം നിർമ്മിച്ചിട്ടുണ്ടോ, ഉണ്ടാക്കിയിട്ടുണ്ടോ, അവിടെയെല്ലാം ഫലവത്തായ ഫലം ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാ. എന്തെല്ലാം ശോധനയോ കഷ്ടതയോ പ്രയാസമോ ദുഃഖമോ നേരിട്ടാലും ഹല്ലേലൂയ, ഒരു ദൈവ പൈതൽ തളർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കയില്ല. ഹല്ലേലൂയ. കാറ്റും മഴയും ഹല്ലേലൂയ പേമാരിയൊക്കെ കടന്നു വരട്ടെ, അതിനെയൊക്കെ തരണം ചെയ്തു പോകുവാൻ കർത്താപ്പച്ചൻ കൃപ തരും. സഭയാകുന്ന ആ ദൈവജനത്തെ ദൈവം കാത്തു പരിപാലിക്കും. നമ്മുടെ തോട്ടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നടത്തുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് സഭയാകുന്ന തോട്ടത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു നോക്കിയാൽ തോട്ടത്തിന് വേണ്ടതായത് മുഴുവൻ സംരക്ഷണവും നമ്മുടെ അപ്പൻ നൽകി തരുന്നുണ്ട്. നോക്കൂ, അതിന് വേലി കെട്ടി അതിലെ കല്ലെല്ലാം പെറുക്കിക്കളഞ്ഞ് ഗോപുരം പണിത് കാത്തിരിക്കുക. ഹല്ലേലൂയ. എന്തിനാ കാത്തിരിക്കുന്നത്? നല്ല ഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ അതാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നല്ല ഫലം. ഹല്ലേലൂയ. കാത്തിരിക്കുക, നമ്മിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് കാണുവാൻ വേണ്ടി. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ കാത്തിരുന്ന് കിട്ടിയതെന്താ? കാത്തിരുന്നു കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. പ്രിയ മക്കളെ, നമ്മൾ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നവരായിട്ടല്ല ആകേണ്ടത്. നല്ല മുന്തിരിപ്പഴം കായ്ക്കണം. നന്നായിട്ട് മറ്റുള്ളവർക്ക് ഫലവും ഉള്ളവരായിത്തീരണം. കർത്താപ്പച്ചൻ അതാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഹല്ലേലൂയ. കൃഷിപ്പണിയൊക്കെ നടത്തി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ഹല്ലേലൂയ. വിവിധ രീതികളിൽ കൃഷികൾ കാണപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് നമ്മളുടെ ഹല്ലേലൂയ മാസങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ചൊക്കെ ഓരോ കൃഷിയൊക്കെ നടുന്നുണ്ട്. ഹല്ലേലൂയ. സ്ഥലം ഒരുക്കാതെ വിത്ത് വീണെടുത്ത് തന്നെ കിളിർത്തു വരുന്നതൊക്കെ കാണാം. ഹല്ലേലൂയ. നോക്കൂ, അതിന് നമ്മൾ പറയും പടുവിള എന്ന. ഹല്ലേലൂയ. അത് വീണെടുത്ത് തന്നെ, അതിന് സ്ഥലമൊന്നും ഒരുക്കണ്ട, നേരത്തെയൊക്കെ വീണ് കിടന്നതായിരിക്കും, അത് മുളച്ചു വരും. ചില വിത്തുകളൊക്കെ ഉണ്ട് നിശ്ചിത സമയത്തേക്ക് താൽക്കാലികമായിട്ട് നട്ടു വളർത്തുന്നു. ഹല്ലേലൂയ. ഇതിന് ഇടവിള എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അത് ഞങ്ങൾക്കറിയാം, കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ സ്വൽപ്പ മാസം ഉള്ളപ്പോൾ അതിനകത്ത് ചേനയോ പയറോ ഒക്കെ നട്ട് 3-4 മാസത്തേക്ക് അങ്ങനെ ഹല്ലേലൂയ കപ്പയൊക്കെ നട്ട് അങ്ങനെ ഹല്ലേലൂയ ആക്കുന്നതിന് ഇടവിള എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. നോക്കി, ഇതിൻ്റെ ഫലം ഒറ്റ പ്രാവശ്യം മാത്രമേ ആ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ആ ചെടി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുക്കപ്പെട്ട സ്ഥലം, നല്ല കാലാവസ്ഥ, നല്ല വിത്ത് അതായത് വിത്തൊക്കെ ഹല്ലേലൂയ അതിനുവേണ്ടി ഒരുക്കി വെച്ചിരുന്ന ആ വിത്തൊക്കെ ഇട്ട് നല്ല സ്ഥലത്ത് അത് വെള്ളമൊക്കെ നല്ല ഹല്ലേലൂയ കാലാവസ്ഥയൊക്കെ നോക്കി ആ കളമൊക്കെ നല്ലതുപോലെ ഒന്ന് ഉഴുത് അതൊക്കെ ഇടുന്ന ഹല്ലേലൂയ നല്ല വിത്ത്
വിത്ത് വിടുന്നു. അതിന് നടുവിള എന്ന് പറയും. ഹാലലിയ. പ്രീതി മക്കളെ, ഹാലലിയ, നടുവിള നടണമെങ്കിൽ എന്താ? നല്ല ഒരു പരിചരണം വേണം. ഹാലലിയ. കൃഷിക്കാരന് ഇഷ്ടമുള്ളതുപോലെ അത് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടുന്നതായ വെള്ളവും വളവും ഒക്കെ കൊടുത്ത്, ഹാലലിയ, അതിനെ വളർത്തിയെടുക്കേണ്ട ആവശ്യം. ഹാലലിയ. നാം എങ്ങനെയുള്ള വിളയാകാൻ ആഗ്രഹിക്കുന്നത്? ഹാലലുയ. നോക്കൂ, പടുവിളയാണോ, ഇടവിളയാണോ, നടുവിളയാണോ, ഏതാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ അപ്പൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ഹാലലിയ, സഭയാകുന്ന നാം ഓരോരുത്തരും ദൈവം നട്ടു വളർത്തുന്ന നടുവിളകളാകുവാനാ. ഹാലലുയ. അത് എപ്പോഴും നല്ലതായിട്ട് തന്നെ വളർന്നു വരണം, നല്ല വിത്തുണ്ടാകണം. ഹാലലിയ. നല്ല ഫലം പുറപ്പെടുവിക്കണം എന്നുള്ള ആഗ്രഹത്തോടാ സഭയാകുന്ന, ഹാലി, ആ തോട്ടത്തിൽ അപ്പൻ നമ്മളെ സംരക്ഷിക്കുന്നേ അതിനുവേണ്ടിയാ. പ്രീതി മക്കളെ, പെട്ടെന്ന് വളർന്നു വന്ന് തൽക്കാലത്തേക്ക് ഫലം തരുന്നവരായിട്ടല്ല, ഹാലലിയ, ലക്ഷ്യമില്ലാതെ ഇഷ്ടമുള്ളവർക്ക്, ഹാലലിയ, വളർന്നു വരുന്നവരായി തീരുവാനല്ല നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത്. ഹാലലിയ. ലക്ഷ്യമുള്ള, കർത്താവ് സംരക്ഷിക്കുന്ന നല്ല തോട്ടത്തിലെ നല്ല വിത്തായിട്ട് നമ്മൾ തീരണം. മറ്റുള്ളവർക്ക് നമ്മൾ ഫലം കൊടുക്കുന്നവരായി തീരണം. അതാ നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹാലലിയ. നമ്മുടെ ആ സഭയാകുന്ന ആ തോട്ടത്തിൽ നമ്മുടെ അപ്പൻ ഉള്ളപ്പോൾ, ഹാലലിയ, പ്രീതി മക്കളെ, നമ്മൾ ഓരോരുത്തരെയും കർത്താപ്പച്ച് സംരക്ഷിക്കും. ഹാലലിയ. നാം മറ്റുള്ളവർക്ക് ഒരു പ്രയോജനപ്പെടുന്നവരായിത്തീരണം. മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിത്തീരണം. നമ്മുടെ അപ്പൻ്റെ ആഗ്രഹം അതാ. നാം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മളൊരു പ്രയോജനപ്പെടുന്ന നല്ല വിത്തായിട്ട് തന്നെ തീരുവാനാ അപ്പൻ ആഗ്രഹിക്കുന്നത്. അതേ ആഗ്രഹം നമ്മുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹാലലിയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ പ്രീതി മക്കളെ, ഹാലലിയ, നമ്മുടെ തോട്ടക്കാരൻ ആരാണെന്ന്. ഹാലലൂയ. നോക്കൂ, 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകാൻ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഹാലലിയ. നോക്കൂ, നമ്മുടെ അപ്പൻ നമ്മൾ അധികം ഫലം കായ്ക്കണം, നമ്മൾ മറ്റുള്ളവർക്കും ഫലം കൊടുക്കുന്നവരാകണമെന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഹാലലിയ. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഹാലലുയ. യേശു അപ്പൻ്റെ, ഹാലലിയ, കരങ്ങളിൽ നമ്മളായിരിക്കണം. പ്രിയ മക്കളെ, ഹാലലിയ. ആ സഭയാകുന്ന തോട്ടത്തെ മേയ്ക്കുന്നത് നമ്മുടെ അപ്പനാ. ഹാലലിയ. നമ്മുടെ കർത്താപ്പച്ചൻ്റെ കരങ്ങളിലാ നമ്മൾ ഓരോരുത്തരും ആയിത്തീരുന്നത്. ഹാലലിയ. അപ്പച്ചൻ്റെ, ഹാലലിയ, ആ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന അപ്പൻ്റെ തോട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഹാലലിയ, നമ്മൾ കായ്ക്കുന്ന നല്ല കൊമ്പുകളായി തീരണം. ഹാലലിയ. ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഹാലലിയ. ആദ്യമേ പറഞ്ഞതുപോലെ, ഹാലലിയ, നമ്മൾ നടുവിള, ഹാലലിയ, അതായത് നല്ല വളം, ഹാലലിയ, ഫലം കൊടുക്കുന്നവരായിട്ട് തീരണം. പ്രിയ മക്കളെ, ഹാലലിയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹാലലിയ. അപ്പനിൽ വസിച്ചിട്ട് കർത്താപ്പച്ചന് പ്രയോജനപ്പെടുന്നവരായി നാം ആയിത്തീരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹാലലിയ. നോക്കൂ, അപ്പനിൽ വസിക്കുന്ന മക്കൾ വളരെ ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരും. ഹാലലിയ. നോക്കൂ, നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു, കാത്തിരുന്നിട്ട്, ഹാലലിയ, കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ. പക്ഷേ നമ്മളിൽ നിന്ന് അപ്പച്ചൻ ആഗ്രഹിക്കുന്നത് നല്ല മുന്തിരിങ്ങ, ഹാലലിയ, നല്ല ഫലം, ഹാലലിയ, കൊടുക്കുന്നവരായി തീരുവാനാ അപ്പൻ ആഗ്രഹിക്കുന്നത്. ഹാലലൂയ. നോക്കൂ, അപ്പനിൽ വസിക്കുമ്പോൾ നല്ല ഫലം കൊയ്തെടുക്കുവാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹാലലിയ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നപ്പ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി, നല്ല നിലത്ത് വീഴുന്ന, ഹാലലിയ, നല്ല വിത്തുകളായി തീരുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ കർത്താവെ. ആ നിത്യത നഷ്ടപ്പെടാതെ, ഹാലലിയ, കാത്തു സൂക്ഷിപ്പാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണം കർത്താവെ. ഹാലലൂയ. കർത്താവെ, കാറ്റുകളോ, ഹാലലൂയ, ഹാലലിയ, പല നഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും സഭയാകുന്ന, ഹാലലിയ, ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഞങ്ങൾ അപ്പനാണെങ്കിൽ ഞങ്ങൾ തളർന്നു പോകുവാൻ അപ്പൻ അനുവദിക്കയില്ല. ഹാലലൂയ. തിരുകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നപ്പ, ഈ ദിവസങ്ങളിൽ നല്ല വിത്ത് പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അപ്പൻ ഒരുക്കിയെടുക്കണമേ. കർത്താപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് തരുന്ന, ഹാലലൂയ, കർത്താപ്പച്ചൻ ഞങ്ങളെ, ഹാലലിയ, കരത്തിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മുന്തിരിങ്ങ, ഹാലലിയ, കഴിക്കുന്നവരായി തീരട്ടെ കർത്താവെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുപ്പൻ ഓരോ മക്കളെയും നല്ല വിത്തുകളായി തീർക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട്
കൃത്യമായിട്ട് ഉത്തരം നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.